കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഒന്നാമത്തെ ലേഖനം 13-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹം ഇല്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവും ഇല്ല എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, ഈ 1 കൊരിന്ത്യർ 13-ാമത്തെ അധ്യായം ഉടനീളം നാം വായിക്കുമ്പോൾ അവിടെ സ്നേഹത്തിനെക്കുറിച്ചാണ്, സ്നേഹത്തിൻ്റെ ആ ഒരു വിലയെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ സഭയോട് ഉണർത്തുന്നത്. അപ്പോൾ സൽപ്രവൃത്തി എന്ന പേരിൽ നാം നമുക്കുള്ള എല്ലാ സാധനങ്ങളും, എല്ലാ വസ്തുവകകളും എല്ലാം അന്നദാനം ചെയ്താലും, നമ്മുടെ ശരീരത്തെ ചുടുവാൻ തന്നെ ഏൽപ്പിച്ചാലും, സ്നേഹമില്ലാതെയാണ് ഇതൊക്കെ നാം ചെയ്യുകയാണെങ്കിൽ ഒരു പ്രയോജനവും ഇല്ല എന്നാണ് പറയുന്നത്. പ്രിയ ദൈവപൈതലെ, ഒരു ദൈവപൈതലിന് ഏറ്റവും വേണ്ടത് ഒരു സ്നേഹവും സഹതാപവുമാണ്. തൻ്റെ സമസൃഷ്ടങ്ങളോടുള്ള ഒരു സ്നേഹം, ഒരു ദൈവത്തോടുള്ള ഒരു സ്നേഹം ഇല്ലാത്ത, ഒരു ദൈവിക സ്നേഹം അല്ലെങ്കിൽ മനസ്സിൽ ഇല്ലാത്ത ഒരാൾക്ക് ദൈവത്തോടും മനുഷ്യരോടും ഒന്നുപോലെ സ്നേഹിച്ച് മുമ്പോട്ട് പോകുവാൻ സാധിക്കത്തില്ല. ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, അന്നദാനം ചെയ്യുന്നതും കൊടുക്കുന്നതും തെറ്റല്ല. അത് സ്നേഹത്തിൽ കൂടെ ചെയ്യണം. അത് വെറുപ്പിൽ കൂടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചു പറ്റണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലോ നാം കൊടുക്കുകയാണെങ്കിൽ അതിൽ ഒരു പ്രയോജനവും ഇല്ലാതെ പോകുന്നു. അപ്പോൾ നമ്മുടെ ഈ ശരീരം പ്രയോജനമറ്റതായി, നമ്മുടെ ജീവിതം പ്രയോജനമറ്റതായിരിക്കുന്നു. ഒരു പ്രയോജനമുള്ള ഒരു ശരീരവും ഒരു ജീവിതവും നമുക്ക് ലഭിക്കാൻ കർത്താവ് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, മനുഷ്യ സ്നേഹമില്ലാതെ നാം ഈ ലോകത്ത് എന്ത് ചെയ്താലും അത് ശരീരത്തെ ചുടുവാൻ പോലും ഏൽപ്പിച്ചാലും അതിൽ ഒരു പ്രയോജനവും ഇല്ല എന്ന് പറയുന്നു. കർത്താവെ, ഞങ്ങൾ സ്നേഹത്തോടുകൂടെ അങ്ങയിലുള്ള കർത്താവെ ആ ഒരു സ്നേഹത്തിൽ നിലനിന്നുകൊണ്ട് കർത്താവ് എന്ത് ചെയ്താലും അങ്ങയുടെ നാമമഹത്വത്തിനായി ചെയ്യുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശരീരവും ഞങ്ങളുടെ ജീവിതവും ജീവനും കർത്താവെ അങ്ങയുടെ സമൂഹത്തിൽ പ്രയോജനമുള്ള ഒന്നായി നീ മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.